ഇന്ന് ശ്രീയേട്ടൻ ഓഫാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തേക്കൊക്കെ പോകാം, ഒരു ഫിഷിംഗ് കാർഡ് നോക്കണം, പറ്റിയാൽ അതൊന്ന് മേടിക്കണം എന്നൊക്കെ കരുതി ഞങ്ങൾ രണ്ടുപേരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ചെന്നു, സാധനങ്ങളൊക്കെ നോക്കി. കുറേയൊക്കെ കൊള്ളാം, കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ക്വാളിറ്റി വൈസ് റേറ്റ് എല്ലാം നോക്കി. ഞങ്ങൾ നോക്കാനേ പോയേ, പറ്റിയാൽ മേടിക്കണം എന്നേ വിചാരിച്ചുള്ളൂ. അങ്ങനെ ഇതൊക്കെ നോക്കി ചെക്ക് ചെയ്തു. പിന്നെ ഞാൻ ആ കട മൊത്തം ഒന്ന് കയറി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ അവിടെ നിന്ന് പോന്നു. പിന്നെ നേരെ ചെന്നതൊരു ഗിഫ്റ്റ് ഷോപ്പിലാണ് കേട്ടോ. അവിടെ ആദ്യം എന്തിനാ പോയേ, ഫിഷിംഗ് കാർഡ് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണോ എന്നെനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് കയറി ചെന്നതിന് ശേഷം ആളുടെ ഈ പോക്ക് എങ്ങോട്ടാന്ന് നോക്കി നോക്കി ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് എനിക്ക് പെട്ടെന്ന് മേടിച്ചു തന്നത്. ഞാൻ അത്ര വലിയ യൂട്യൂബറൊന്നും അല്ലെങ്കിലും എന്താണെന്നറിയില്ല, ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾക്കൊരു കൗതുകം. ഇവിടെ കിച്ചണിലെ വീഡിയോസ് ഞാൻ ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെ എവിടെയും ചാരി വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പം ഞാൻ ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പെട്ടിയുടെ പൊക്കത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് തന്നെ. പിന്നെ ലൈറ്റിൻ്റെ പ്രശ്നം അതൊക്കെ കാരണം അതൊരെണ്ണം മേടിക്കാമെന്ന് ഇങ്ങനെ ഇടയ്ക്ക് പറയുമായിരുന്നു. അപ്പോൾ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ആവട്ടെ എന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് മേടിച്ച് തരുമെന്ന് ഞാനും കരുതിയില്ല. അങ്ങനെ ശ്രീയേട്ടൻ ഇതൊക്കെ എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. അതിൻ്റെ ഇടയ്ക്ക് നൈറ്റ് ഫുഡ് റെഡിയാക്കണമായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. ഈ സംഭവം കണ്ടോ, ഇതൊന്നും കഷ്ടപ്പെട്ട് പിടിപ്പിക്കാൻ ഞങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ വെക്കുമ്പോൾ ഫോണ് അങ്ങ് ഇരിക്കുന്നില്ല, പിന്നെ അത് വളഞ്ഞിരിക്കുന്നു, നേരെ വെക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ടെക്നോളജി എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ആദ്യം പിടുത്തമുണ്ടായില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അതൊക്കെ സെറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ തന്നെ മാറ്റി വെച്ചു കേട്ടോ. അതിപ്പോൾ ചെയ്തില്ല, നാളത്തേക്ക് മാറ്റി വെച്ചു. ഇതൊരു മൈക്കാണ്, ബ്ലൂടൂത്ത് മൈക്ക്. ഞങ്ങൾ അത്ര വലിയ പാട്ടുകാരൊന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. നല്ല ക്യൂട്ടല്ലേ, വളരെ ചെറുതാണത്. അതിൻ്റെ ഒരു കാഴ്ചയിൽ ഇഷ്ടം നോക്കിയിട്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ അതൊക്കെ മേടിച്ചു. ചേട്ടൻ്റെ വക ഒരു പാട്ടൊക്കെ നടത്തി. അത് വീഡിയോയിൽ കേൾപ്പിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തെ കേൾപ്പിക്കുന്നില്ല, പക്ഷെ വരും വീഡിയോസിൽ ഞാൻ എല്ലാം ഇടുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി. ഇനി എൻ്റെ വീഡിയോസ് മുഴുവൻ ട്രൈപോഡ് വെച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ കാണാം. ബായ്.